മുഖ്യമന്ത്രി പറഞ്ഞത് ചുരുക്കിയെടുത്താൽ ഇങ്ങനെയിരിക്കും. ഓഗസ്റ്റ് 17-ാം തീയതിയാണ് സംസ്ഥാന സർക്കാർ ആദ്യത്തെ എസ്റ്റിമേറ്റ് നൽകുന്നത്. ഇത് പ്രധാനമന്ത്രി എത്തിപ്പോയതിനു ശേഷം 7 ദിവസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു. അത് മെമ്മോറാണ്ടമാണ്. ആ മെമ്മോറാണ്ടത്തിൽ 1202 കോടി പ്രാഥമിക സഹായമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എസ്റ്റിമേറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ അല്ല, അഥവാ പുനരധിവാസത്തിനുള്ള പണമല്ല സർക്കാർ ആദ്യത്തെ എസ്റ്റിമേറ്റിൽ ആവശ്യപ്പെടുന്നത്. ഓർമ്മിക്കണം, അന്ന് എസ്റ്റിമേറ്റ് അവതരിപ്പിക്കുന്നത് ഓഗസ്റ്റ് 17-ാം തീയതിയാണ്. പക്ഷേ ആ ഓഗസ്റ്റ് മാസം 14-ാം തീയതി രാജ്യത്ത് ഒരു പുതിയ ഗൈഡ് ലൈൻ വരുന്നു. ഇതാണ് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ. അതുപ്രകാരം ഇത്തരം ദുരന്തബാധിതരായ പ്രദേശത്തുള്ളവർ അവർക്ക് പ്രത്യേക പാക്കേജ് കിട്ടാൻ വേണ്ടി റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. അത് വരുന്നത് 2024 ഓഗസ്റ്റ് മാസം 14-ാം തീയതി. 17-ാം തീയതി നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ചുള്ള മെമ്മോറാണ്ടം ഓഫ് എസ്റ്റിമേറ്റ്സ് സംസ്ഥാന സർക്കാർ സമർപ്പിക്കുന്നു. PDNA നടത്തി നവംബർ 13-ാം തീയതി റിപ്പോർട്ട് നൽകി. നോക്കൂ, 3 മാസങ്ങൾ കൊണ്ട് ഏകദേശം 583 പേജുകളുള്ള PDNA കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാനദണ്ഡ പ്രകാരം റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ പ്രകാരം നൽകി എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം. ഇനി പഠന റിപ്പോർട്ട് 583 പേജാണ്. എടുത്തത് സ്വാഭാവികമായ സമയം മാത്രമാണ്. നവംബർ 13-ാം തീയതി മാത്രമാണ് റിപ്പോർട്ട് കിട്ടിയത്. റിപ്പോർട്ട് കിട്ടാൻ വൈകിയത് കൊണ്ടാണ് പാക്കേജ് വൈകിയത് എന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധവും മറുപടി വിചിത്രവുമാണ് എന്നാണ് പറഞ്ഞത്. ഇനി SDRF ഫണ്ടിൽ പണമില്ലേ എന്ന ചോദ്യവും കേന്ദ്രം ചോദിക്കുന്നുണ്ട്. ഇത് ഹൈക്കോടതിയും ചോദിച്ചു. എന്നാൽ SDRFിൻ്റെ ഫണ്ടിലുള്ളത് വയനാടിനു വേണ്ടി മാത്രം ചിലവാക്കുന്ന തുകയില്ലെന്നും സംസ്ഥാനം പ്രതിവർഷം 400 കോടി രൂപ വീതം SDRFിൽ നിന്ന് വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കാറുണ്ട് എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തീവ്ര സ്വഭാവമുള്ള ഇനി കേരളം എന്താണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്? 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേന്ദ്രത്തോട് കേരളം ആദ്യത്തെ മെമ്മോറാണ്ടം ഓഫ് എസ്റ്റിമേറ്റ്സിനോടൊപ്പം ആവശ്യപ്പെട്ടത്. 1, തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കുക L3 കാറ്റഗറിയിൽ. 2, ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളുക എന്നതാണ് രണ്ടാമത്തെ ആവശ്യം. ആദ്യത്തേത് സർക്കാർ നിഷേധിച്ചു. അത് ഇതുവരെയും പ്രഖ്യാപിച്ചില്ല. ഇനി പ്രഖ്യാപിക്കാനൊട്ട് സാധ്യതയുമില്ല. എന്താണ് തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചാൽ അഥവാ L3 കാറ്റഗറിയിൽ പ്രഖ്യാപിച്ചാലുള്ള ഗുണം? ഒറ്റ ഗുണമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ ഏത് MP-മാർക്കും അവരുടെ ഫണ്ടിൽ നിന്ന് MP ലാഡ്സ് ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ വരെ വയനാടിനു വേണ്ടി അടിയന്തര ധനസഹായം അനുവദിക്കാം. അപ്പോൾ വയനാട് ദുരന്ത സഹായത്തിനായി മറ്റ് MP-മാരുടെ ഫണ്ടുകൾ കൂടി ലഭ്യമാക്കാൻ L3 കാറ്റഗറിയിലുള്ള ദുരന്തമായി പ്രഖ്യാപിക്കുക വഴി സാധിക്കുമായിരുന്നു. എന്നാൽ കേന്ദ്രം അത് നിഷേധിച്ചു. 2, ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളുക. ഇതുവരെയും അതിൽ ഒരു ചുവട് പോലും കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടില്ല. 3, അടിയന്തര സഹായം അനുവദിക്കുക. അതാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. ഇനി ഹൈക്കോടതിയിൽ ഈ വിഷയം എത്തിയപ്പോൾ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉണ്ടായത്. ആ ചോദ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകിയ മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം. ഹൈക്കോടതി ചോദിച്ച ചോദ്യം 29/7/2024 അതായത് ദുരന്തമുണ്ടാവുന്നതിൻ്റെ തലേനാൾ ദിവസം സംസ്ഥാന സർക്കാരിൻ്റെ SDRFിൽ ദുരന്ത പ്രതിനിധി ഫണ്ടിൽ എത്രയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിന് സർക്കാർ നൽകിയ മറുപടി 394.95 കോടി രൂപ SDRFിൻ്റെ നീക്കിയിരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ. ഇതുകൂടാതെ കേന്ദ്രം SDRFിലേക്ക് 145 കോടി 60 ലക്ഷം രൂപ കൂടി നൽകി. ഇത് രണ്ടും കൂടി ചേർത്ത് 588 കോടി 95 ലക്ഷം രൂപയാണ് ദുരന്തമുണ്ടാവുന്നതിൻ്റെ തൊട്ടു തലേന്നാൾ ദിവസം SDRFിൽ ഉണ്ടായിരുന്നത് എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കണക്ക്. ഇനി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി എത്ര തുകയുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നതായിരുന്നു ഹൈക്കോടതിയുടെ രണ്ടാമത്തെ ചോദ്യം. അതിന് നമ്മുടെ വക്കീൽ കൈമലർത്തുകയാണ് ചെയ്തത്. അതിനുള്ള കണക്ക് പെട്ടെന്ന് തരാൻ കഴിയില്ല, അതിന് സമയം വേണം എന്നാണ് പറഞ്ഞത്. കാരണം വിവിധ ജില്ലകളിലെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി എത്ര തുകയുടെ കമ്മിറ്റ്മെൻറ്റ് വിവിധ വകുപ്പുകളിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അത്ര പെട്ടെന്ന് കണക്കാക്കിയെടുക്കാൻ കഴിയില്ല. അത് കണക്കാക്കിയെടുക്കാൻ സമയം വേണം എന്നാവശ്യപ്പെട്ടു. മൂന്നാമത്തെ ചോദ്യം വയനാടിന് എത്ര തുക കൊടുത്തു എന്നതായിരുന്നു. അതിനുള്ള മറുപടി 91 കോടി രൂപയാണ് SDRF ഫണ്ടിൽ നിന്നും നൽകിയത് എന്നുള്ളതാണ്. ഇനി എത്ര തുക നൽകാൻ കഴിയും എന്നൊരു ചോദ്യം കൂടി ചോദിച്ചു. അവിടെയും സർക്കാരിന് 20 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ആകെയുള്ളത് 577 കോടി രൂപയാണ്. ആ തുകയിൽ 20 കോടി രൂപ മാത്രമേ മാനദണ്ഡ പ്രകാരം നൽകാൻ സാധിക്കൂ. പുനരധിവാസത്തിനായി ഇനി എത്ര തുക വേണ്ടിവരും എന്ന ചോദ്യത്തിനും ഇപ്പോൾ ഉത്തരമില്ല. നമ്മുടെ കയ്യിലുള്ള ആകെയുള്ള ഉത്തരം PDNA പ്രകാരം ആവശ്യപ്പെട്ടിരിക്കുന്ന 2200 കോടി രൂപയാണ്. അത്രയും തുകയാണ് പുനരധിവാസത്തിന്, റീകൺസ്ട്രക്ഷൻ ആൻഡ് റിക്കവറിക്ക് ആവശ്യമായി വരിക, ടൗൺഷിപ്പിന് ആവശ്യമായി വരിക എന്നതാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ
സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രമേ നൽകിയുള്ളൂ. 3 ചോദ്യങ്ങളുടെ ഉത്തരത്തിന് സമയം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇനി ചോദ്യം ഇതാണ്: വയനാട്ടിലെ ചൂരൽമലയിലെ മുണ്ടക്കയിലെ ദുരന്തബാധിതരോട് കൈമലർത്തുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരോ അതോ കേന്ദ്ര സർക്കാരോ? Debate with Dr. Arun Kumar.